ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഡിഷ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാൾ വളരെ എളുപ്പത്തിൽ പരിപ്പൊന്നും വേവിക്കാതെ തന്നെ ഒരു ടിഫിൻ സാമ്പാർ തയ്യാറാക്കാം. രാവിലെ ജോലിക്ക് പോണവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, ഇതുപോലെ ഒരു ഡിഷ് ഞങ്ങൾക്ക് ചെയ്തു തരണം, ഞങ്ങൾ സമയക്കുറവുകൊണ്ട് ഒന്നും ചെയ്യാൻ നേരമില്ല, അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി തക്കാളി ഇട്ടു. ഒരു 3 തക്കാളി, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഇത്തിരി വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2 സവോള, വല്ലാതെ വലിപ്പമുള്ള സവോളയല്ല, മീഡിയം സൈസിലുള്ള സവോള, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3 എണ്ണം പച്ചമുളക്, പിന്നെ ഒരു 4 വെളുത്തുള്ളി. ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന്, അത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ മതി. പിന്നെ നമ്മൾക്ക് സാമ്പാർ പൊടി വേണം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നിറയെ ഒരു സാമ്പാർ പൊടി, ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾ, നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ. ആ മഞ്ഞൾ കൂടെ ഇട്ടിട്ട് നികക്ക വെള്ളം ഒഴിക്കുക. ആ കഷ്ണം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കൊടുക്കുക കേട്ടോ. 2 വിസിൽ അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യം കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്താൽ ഇത് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മളതിൽ പരിപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും. മത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു കയ്യിൽ കുഴിയുള്ള കയ്യിലില്ലേ, അത് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് ചേർന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല പോലെ അലിഞ്ഞ് അതിലേക്ക് ചേരും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി, ദോശ കൂടെയാണ് ഇത് വളരെ നല്ലത്. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നൂലപ്പത്തിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുക. കടലമാവുണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കണം. ഇളക്കി കുറച്ച് കട്ട തീരെ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന്, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ കോൺഫ്ലോറൊക്കെ കലക്കുന്ന പോലെ തന്നെ ഇത് കലക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം തിക്നെസ് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. അതേസമയം നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടുക. തക്കാളി കൂടണ്ട, തക്കാളി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഒരു 3 എണ്ണം തന്നെ മതി. മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പാറിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി വേണ്ടത് ഒരു നുള്ള് പഞ്ചസാരയും കൂടെയും വേണം. അപ്പം എന്നാലേ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഇട്ടു. അടുപ്പിൽ വെച്ചു. ഒന്ന് തിളയ്ക്കണം, വേറെ ഒന്നും വേണ്ട. ഒന്ന് തിള വരെ വേണ്ട, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട്. അതേസമയം കുറച്ച് കൊത്തമല്ലിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്കൊന്ന് വറവിടണം. കടുക്, ഉലുവ, ജീരകം, വറമുളക്, കറിവേപ്പില, ഇത്രയാണല്ലോ നമ്മൾ വറുത്തിടുക. അതൊന്ന് വറുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ റെഡിയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് വറുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ അത് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ നിറയെ ഇഡ്ഡലി അങ്ങോട്ട് നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ കൂടിയാണ് ശരിക്കും സാമ്പാർ ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഇഡ്ഡലി എടുത്തിട്ട്, നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്, അത് നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴല്ല എത്ര ഇഡ്ഡലി കഴിച്ചു എന്ന് നമുക്ക് പറയാനേ പറ്റില്ല, അത്രയും കഴിക്കും. അപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം, നമ്മൾ ദൂരെ ഇപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഇഡ്ഡലിയിൽ ഇത് ഒഴിക്കുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഇഡ്ഡലി മുഴുവൻ അബ്സോർബ് ചെയ്ത് നല്ല വീർത്ത് ഇരിക്കേണ്ടത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഓക്കെ, ബൈ.